ന്യൂസ് 16 കേരള. ശക്തമായ ആക്രമണത്തിനൊരുങ്ങുന്നെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ സിറ്റിയിൽ നിന്നും പലായനം ചെയ്തത് 2.5 ലക്ഷത്തിലധികം പേർ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2.5 ലക്ഷത്തിലധികം പേർ ഗാസ നഗരം വിട്ടു പോയതായി ഇസ്രായേൽ സൈന്യം. ഗാസ സിറ്റി പിടിച്ചെടുക്കാനായി ആക്രമണം ശക്തമാക്കിയതോടെയാണ് ഗാസയിൽ നിന്നും ജനങ്ങൾ കൂട്ടപലായനം ആരംഭിച്ചത്. ഗാസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഏകദേശം 10 ലക്ഷം പലസ്തീനികൾ താമസിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വ്യക്തമാക്കുന്നത്. ഇവരിൽ 2.5 ലക്ഷത്തിലധികം പേർ സമീപ ദിവസങ്ങളിൽ ഗാസ സിറ്റി വിട്ടുപോയെന്ന് സൈനിക വക്താവ് കേണൽ അവിജയ് അദ്രൈ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദാംശങ്ങളോ പലസ്തീൻ പ്രദേശത്തെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ഡോൾ കണക്കുകളോ സ്വതന്ത്രമായി പരിശോധിക്കാൻ ന്യൂസ് ഏജൻസികൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ഗാസയിലെ മാധ്യമ നിയന്ത്രണങ്ങളും പല പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനുമുള്ള വിലക്കുമാണ് ഗാസയിലെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യാൻ വാർത്താ ഏജൻസികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഗാസയിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ശനിയാഴ്ച പടിഞ്ഞാറൻ ജില്ലകളിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്തിരുന്നു. നിങ്ങളുടെ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണത്തിനൊരുങ്ങുകയാണ്. ഹമാസിനെ നേരിടാൻ സൈന്യം ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള അൽ റാഷിദി സ്ട്രീറ്റ് വഴി ഉടൻ ഒഴിഞ്ഞു പോകുക എന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ തുടരുന്ന അതിരൂക്ഷമായ ആക്രമണത്തിൽ ഇന്നലെ 32 പേർ കൂടി കൊല്ലപ്പെട്ടു. 12 പേർ കുട്ടികളാണ്. ഗാസ സിറ്റി ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭൂരിഭാഗം പേരും സിറ്റിയിൽ തുടരുകയാണ്. ഇന്നലെ 7 പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ പട്ടിണി മരണങ്ങൾ 420 ആയി. യമൻ തലസ്ഥാനമായ സനായിൽ ഹൂതികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ താമസ കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു. ബുധനാഴ്ച മാത്രം 46 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.